ഹലോ ഗൈസ്, ഞങ്ങൾ എന്തായാലും ഗെറ്റ് റെഡി ചെയ്യാൻ പോവാണ് കേട്ടോ. ഗെറ്റ് റെഡി എന്ന് പറഞ്ഞാൽ എന്താ? അതെ, മേക്കപ്പ് ഇടാം. ഇന്ന് ഇവർ രണ്ടാളും കൂടെ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. ഇവിടെ ഇതാ ഒരു എന്താ പറയാ, മസ്കാര ഉണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്. ലിപ്സ്റ്റിക് 1, 2, 3 ഈ 3 ഷെയ്ഡിലുണ്ട്. ഈ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എൻ്റെ പ്രൊഡക്ട്സ് അല്ല. ആദ്യം ഞാൻ പറയാം, ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞങ്ങൾ കുറേ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണ്. അങ്ങനെയൊന്നുമല്ല, സിൻസിയർ ആയിട്ട് പറയാം. എൻ്റെ ലിപ്സ്റ്റിക് ഇതാണ്. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതിൽ കുറേ പ്രോഡക്ട്സ് എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യണേ ഒരു 4 വർഷത്തിൻ്റെ അടുത്തൊക്കെ ആയി. ഫേസസ് കാനഡൻ്റെ ഷെയ്ഡ് 6, 7 ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യൽ. ഇതിൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. എൻ്റെ ഷെയ്ഡിന് മാച്ച് ആവുന്ന ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങിയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. എല്ലാവരും ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുമ്പോൾ നമ്മളെ സ്കിൻ ടോണിന് ചേരുന്നത് ടെസ്റ്റ് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ വാങ്ങാം. ഓക്കെ. പിന്നെ ഇവിടെ ഇപ്പോൾ ഉള്ളത് വേറെ ഡാസ്ലറിൻ്റെ ഉണ്ട്, മാസിൻ്റെ ഒക്കെ ലിപ്സ്റ്റിക്കാണുള്ളത്. ഇതൊക്കെ എൻ്റെ ഷെയ്ഡിന് പറ്റുന്ന തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഡാസ്ലറിൻ്റെ ഈ ഷെയ്ഡിക്ക് സൂട്ട് ആവുന്നില്ല. ഈ മാസിൻ്റെത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ഇത് എനിക്ക് സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്, അലോവേര ജെല്ലിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യല്. പിന്നെ ലിപ് ലൈനർ ഉണ്ട്. ലിപ് ലൈനർ ഞാൻ ഐബ്രോസ് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിപ് ലൈനറാണ്, ഈ ഷെയ്ഡിലുള്ള ലിപ് ലൈനറാണ് ഞാൻ യൂസ് ചെയ്യല്. ബ്ലാക്ക് അല്ല കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയില്ല. ഒരു ബ്രൗണിഷ് കളറിലാണ് യൂസ് ചെയ്യല്. പിന്നെ മസ്കാര ഉണ്ട്. അത് ബ്ലൂ ഹെവൻ ഇല്ലേ, ആ ബ്രാൻഡിൻ്റെ ആണ്. പിന്നെന്താ കാജൽ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കാജൽ. സാധാരണ ഹിമാലയൻ്റെ കാജലുണ്ടല്ലോ, ഇതാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അല്ലാണ്ട് വേറെ ഏതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പേരൊന്നും എനിക്കിപ്പോൾ അത്ര ഓർമ്മയില്ല. പിന്നെ ഒരു പൊട്ടാറ്റോൻ്റെ ഒരു ഐലൈനർ, ഇതിൻ്റെ ഐലൈനറാണ്. ഇതിങ്ങനെ നീണ്ടിട്ടുള്ള ഈ ഭാഗങ്ങൾ നീണ്ടിട്ടുള്ള അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ സ്പെക്സ് വെച്ചിട്ടാണ് ഐലൈനർ വരയ്ക്കാറുള്ളത്. അതുകൊണ്ട് ഞാനിങ്ങനെ വരയ്ക്കാനുള്ള എളുപ്പത്തിന് കുറച്ച് നീളം കൂടിയിട്ടുള്ള ഐലൈനറാണ് വാങ്ങിക്കാൻ കേട്ടോ. പിന്നെ എൻ്റെ ലിപ് ബാം ഉണ്ട്. ഇവിടെ വേറെ ലിപ് ബാം ഉണ്ട്, ഡോട്ട് ആൻഡ് കീൻ്റെ. ഈ ഡോട്ട് ആൻഡ് കീൻ്റെ ലിപ് ബാം എൻ്റെതല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ്. പക്ഷേ ഇത് എനിക്ക് സെറ്റാണ്. ഇതിനൊരു ടോണിക്കിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഇതിന് അത്രക്ക് ഹാഷായിട്ടുള്ള ടേസ്റ്റ് ഇല്ല. പക്ഷെ രണ്ടും ഷെയ്ഡ് എനിക്ക് സ്യൂട്ടാണ് കേട്ടോ. അപ്പം പിന്നെ ഒരു ഐ ഷാഡോ പാലറ്റ് ഉണ്ട്, കാണിക്കാം. ഇതേ ഒരു ഐ ഷാഡോ പാലറ്റ് ഉണ്ട് കേട്ടോ. പാലറ്റൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ആയിട്ട് കുറച്ച് വൃത്തിയുണ്ടായിരുന്നു, കുഴപ്പമില്ല. പിന്നെ ഒരു കോമ്പാക്ട് പൗഡർ ഉണ്ട്. അത്രയും സംഭവമുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഷോപ്പ് ചെയ്തപ്പോൾ അവിടെ കണ്ട ഒരു കൗതുകം തോന്നിയിട്ട് വാങ്ങിയ സംഭവമാണ്. നമ്മളിങ്ങനെ മുടി ഇങ്ങനെ ഒട്ടിച്ച് വെക്കൂലേ, അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചാണ്. ആക്ച്വലി ഇത് ഞാൻ എൻ്റെ കാക്കിൻ്റെ ബേബിക്ക് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇവർ പറഞ്ഞു ഇതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ, അങ്ങനെ എടുത്തതാണ് ഗൈസ്. ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഞാനിങ്ങനെ ഇവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം, ഇവർ അതിനനുസരിച്ച് എടുക്കുമായിരിക്കും. രണ്ടാളും മസിൽ പിടിച്ചിരിക്കുകയാണ്. ഗൈസ്, നിങ്ങൾ റെഡിയാണോ? അതെ സാർ റെഡിയാണോ? അപ്പം പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് മിസ്റ്റർ മാജിനും പിന്നെ മാഹിറും എൻ്റെ കൂടെ ഉണ്ട്. ഇത് പ്രോയും പ്രോമാക്സും ആണ്. രണ്ടുപേരും കൂടെ ഇന്ന് എൻ്റെ മുഖത്തൊരു താജ്മഹൽ പണിയെന്നാണ് അല്ലേ? ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ പെട്ടെന്ന് മോയ്സ്ചറൈസർ ഇട്ടോളൂ. ശരിക്കും ഇങ്ങനെ മോയ്സ്ചറൈസർ, പ്രൈമർ, പിന്നെന്താ ഇത് സംഭവം എന്തേനടാ ഇങ്ങനെ തേക്കുന്ന പറഞ്ഞുതരാം. ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ ഒക്കെ അങ്ങനെ ഓരോ സ്റ്റെപ്പ് ആയിട്ടാണല്ലോ ചെയ്യാ. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യില്ല, കാരണം എന്റെ മുഖത്ത് കുറച്ച് അലർജിക് ആയിട്ട് പിമ്പിൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര സീനാവും. കണ്ണാടിയില്ല, കന്നഡ. ഞാൻ നോക്കാം ഒരു മിനിറ്റ്. അപ്പോ കന്നഡ. അപ്പൊ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞ് ഇനി അടുത്തത് എന്താ, നമ്മള് ലിപ്പിന് മോയ്സ്ചറൈസ് ചെയ്യണം. അപ്പൊ ലിപ്പിന് ലിപ് ബാം ഇട്ടേ. ഓക്കെ, ഇനി ഇവിടെ 3 ലിപ്സ്റ്റിക്സ് ഉണ്ട്. ഇതിൽ ഏത് ലിപ്സ്റ്റിക്കാണ് താങ്കൾ ചൂസ് ചെയ്യുന്നത്?
പറ. ടൈമില്ലേ? ആ എന്റെ ഇഷ്ടം. അതാ ഉറപ്പിച്ച്. ഓക്കെ എന്നാ എടുക്ക. ആ പിന്നെ ഞാൻ സംഭവം കാണിച്ചുതരാം. ആക്ച്വലി ഞാൻ മേക്കപ്പ് ചെയ്യുമ്പം ഇതിനാണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കഴിയാനായി. എന്താ വെച്ചാൽ ഞാൻ ലിപ്സ്റ്റിക് ആയിട്ടും ഐഷാഡോ ആയിട്ടും ബ്ലഷ് ആയിട്ടും ഒക്കെ ഈ ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്യല്. ഇതെല്ലാത്തിനും പറ്റും. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യല്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തീരുന്നുണ്ട്. നല്ല ചിലവാണ് ലിപ്സ്റ്റിക്കിന്. എന്നെ ഇഷ്ടം ഇത് വേണ്ട സമയമില്ലടോ. പെട്ടെന്ന് പെട്ടെന്ന് മോളുണ്ട് ടച്ചുണ്ട്. വേണ്ട ഓക്കെ അല്ലേ? സായി തോന്നുന്നു. ഓക്കെ ഇനി അടുത്തത് ലിപ്സ്റ്റിക് ഇട്ട് ഇനി ഐഷാഡോ ഇടണം. ഐഷാഡോ എനിക്കടാ സമയം ഉണ്ടടാ. ഓക്കെ ആ ഇതാണ് ഐഷാഡോ പാലറ്റ്. ഒരു ബ്രഷ് ഉണ്ട് കേട്ടോ. ഇതിൽ ഏത് കളറാണ് ചൂസ് ചെയ്യണേ? പെട്ടെന്ന് ഈ പറയണേ കാക്കന് ചോദിച്ചാ. ഓക്കെ ഈ റോസാണ് കേട്ടോ സാറ് പറയണേ. ഞാൻ പെട്ടെന്ന് ഇട്ടോ. കണ്ണട സ്പീഡാക്കണേ. ഓക്കെ ഓക്കെ ഞാൻ എന്താ നമ്മളിപ്പോൾ നോക്കില്ല. നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട് അവസ്ഥ എന്താണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാജലിടുന്നു. കാജലിട്ടുള്ളൂ രജാവ്. ഓക്കെ ഒരു മിനിറ്റ് ഞാൻ കണ്ണുകുത്തി പിടിക്കും. ചിരിച്ച് പണിയെടുക്കട്ടെ. പണി എടുക്കാൻ കുറച്ച് ആത്മാർത്ഥമായിട്ട് എടുക്കണം. കഴിഞ്ഞോ? ഇത് നിങ്ങൾ കാണണ്ട പേടിക്കണ്ട. ഞാനിങ്ങനെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ പേടിക്കണം കേട്ടോ. കണ്ണ് കരിയണേ. ഇതിന് എരിവൊക്കെ ഉണ്ടാവും. ഇത്രയും നല്ല എരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഐഷാഡോ ഇട്ട് കണ്ണെഴുതി. ഇനി എന്താ? ഇനി ഐലൈനർ. ഇങ്ങോട്ട് വന്നെ കാണൂല. അടുത്ത ഞാൻ ഇട്ടെടുക്കും. കഴിഞ്ഞോ? അടിയിലിടാൻ പോയി. ഓക്കെ പിന്നെ ഇത് നടട്ടെ. ഫിനിഷായി. കുറച്ച് കൊളായിപ്പോയില്ല. മൊഞ്ചയക്കണം ഗീസ്. കാണണ്ടോ? കുറച്ച് കൊളായിപ്പോയില്ല. ആയിക്കോട്ടെ. അല്ലല്ലേ തോടാണല്ലോ. പിന്നെ കൊളായാലും ഇനിയിപ്പോ പ്രശ്നമില്ല. വാ ഇങ്ങോട്ട് വാജി അങ്ങനെ കയറി പോണെങ്കിലാ ഇവിടെ ഇരിക്കി. അപ്പൊ ഐ മേക്കപ്പ് കഴിഞ്ഞ് ഇനിയിപ്പോ എന്താ? ഇനി നമ്മൾക്ക് മസ്കാര ഇടണം. ഐബ്രോസും ഷെയ്ഡ് ചെയ്യണം. ഇതാ ഐബ്രോസിന്റെ ഇവിടെ ഐബ്രോസ് ചെയ്തോളൂ. മസ്കാര. ഓക്കെ എന്നാ മസ്കാര ഇപ്പടാൻ പറ്റില്ല. കണ്ണിന് ഇപ്പൊ ഇട്ടിട്ടില്ലല്ലോ. അതിന് എന്തായാലും എന്റെ കണ്ണുകൾ ബുദ്ധിമുട്ടിക്കുക. എനിക്ക് ഉറപ്പാ. ആരിട്ടാലും ചെയ്യണത് വൃത്തിക്ക് ചെയ്യണം. ലാസ്റ്റ് ഞാൻ മാർക്കിടും. ഓക്കെ അല്ലേ? കഴിഞ്ഞു. എനിക്കിത് പെട്ടെന്ന് കഴിയും. ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യം പെട്ടെന്ന് ചെയ്ത് ചെയ്യണം. ഓക്കെ ഓക്കെ ഇനി മസ്കാര. ചേടാ കണ്ണിന് കരിയുണ്ട്. കണ്ണിലൊക്കെ ഐലൈനർ അയക്കണോ എനിക്ക് ഡൗട്ടുണ്ട്. അടിക്കൂടെ ചെയ്തോ? അടിക്കൂടെ കണ്ണ് നോട്ടെ. കാണോട് മതി. ഇങ്ങോട്ട് മാറിക്ക്.
അപ്പോൾ ഓക്കെ, സക്സസ്ഫുള്ളി മസ്കാര ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ എന്താ ഇടാൻ പോകുന്നേ? കോമ്പാക്ട് പൗഡർ ഇടുക. ഓക്കെ, ഇട്ടാ ഇവിടെ നിങ്ങൾ ഇരിക്കുന്ന ഓക്കെ. വാ അടുത്തേക്ക്. അപ്പോൾ അതിനിടയ്ക്ക് ക്യാമറ കട്ടായിപ്പോയി. സൈസ് ലിമിറ്റ് മെമ്മറി ഒക്കെ ഫുള്ളാണ് കേട്ടോ, അതുകൊണ്ട് കട്ടായിപ്പോയി. ഇപ്പം ഞാൻ കോമ്പാക്റ്റ് കൂടെ ഇട്ടപ്പം വെളുത്ത് സുന്ദരിക്കുന്നു, വെളുത്ത് പാറിക്കുന്നു. ഇനി നമുക്ക് ബ്ലഷും കൂടെ ഇടാം കേട്ടോ. ബ്ലഷും കൂടെ ഇട്ടാൽ ബ്ലഷ് ഏതാന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഷെയ്ഡ് ഇടാം കേട്ടോ. ഇത് ഈ റോസ് ഷെയ്ഡ് ഇടാം. ഇത് ബ്ലഷ് എവിടെ ഇടുക? ഇത് ഇവിടെ ഇങ്ങനെ 2 ചീക്കിൽ ഇങ്ങനെ ഇടണം, മൂക്കിലിടണം, ഇവിടെ ഇടണം കേട്ടോ. കുറച്ചെടുത്തിട്ട് എല്ലാം കൂടെ സെറ്റാക്കുക ചെയ്യാം. ഓക്കെ, സ്പീഡാക്കടോ. ഓക്കെ, ഓക്കെ ആണോ? ഓ, ഈ സൈഡ് ഒന്നുകൂടെ റെഡി ആക്കാണ്ട്. പക്ഷെ ഈ സൈഡിൽ ജസ്റ്റ് ടച്ച് ചെയ്തപ്പോഴത്തേക്ക് അത് റെഡി ആയിരുന്നു. അങ്ങനെയാണ് ആർട്ടിസ്റ്റ് പറയുന്നത്. ഇനി ഇടിക്കത് അത് കുറച്ചെടുക്കാവോ? വേഗം നോക്ക്. എന്തോ അത് ശരി, ഒന്ന് കൊടുക്കടോ. ഒന്ന് കറക്റ്റ് ചെയ്യാനായിരിക്കും. കൊടുക്ക്. തലത്ത് വേണ്ട. തിളങ്ങിയ വെങ്കി വിളങ്ങിയ. ഓക്കെ, ബ്ലഷ് ഇട്ട് കഴിഞ്ഞ് ഓക്കെ. ഇനി അപ്പം ഓൾമോസ്റ്റ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ സെറ്റാക്കാം. ഇനി എൻ്റെ മുടിയിൽ ഇതിങ്ങനെ വെച്ചോ. എടുത്ത് ഇങ്ങനെ പതുക്കെ എടുക്കണം. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കലാണ്. വെച്ചോളൂ വെച്ചോ. മുടി വയ്ക്കാനൊന്നും പാടില്ല. അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചാൽ മതി. ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ വെച്ചാൽ മതി. ഇതിനിപ്പുറത്തും വെച്ചോ, ഈ സൈഡിൽ വെച്ചോ. ഇത് ഇതിൽ നോക്കിട്ട് വെക്കണം. ദിനു ഈ വെച്ചത് കാണുന്നില്ല. ഇല്ല, ഇവിടെ കൊണ്ട് വെച്ചാൽ ഇങ്ങനെ കാണുന്നത്. ഇതിൽ കാണണം. അത് കറക്റ്റ് ചെയ്യുന്നു. ദിനുവിന്റെ മുടി ഞാൻ അതുകൊണ്ടാണ് മുടിയിൽ ഇവൾക്ക് പണിയാൻ കൊടുക്കാൻ. ഞാൻ എന്താന്ന് വെച്ചാൽ തലയിൽ മുടി ഉണ്ടാവൂലേക്ക്. ക്യാമറ ഓഫ് ആവും കേട്ടോ, വേഗം നോക്കിക്കോ. എൻ്റെ ക്യാമറ സീനാണ്. ഇപ്പൊ സമയം എത്രയാണ് മനു പറഞ്ഞു കൊടുത്ത? സമയം എത്രയാണെന്ന് എനിക്കറിയില്ല. 10:30ക്കാണ് ഞങ്ങൾ വീഡിയോ എടുക്കുക വെക്കുന്നത്. 11:30 കഴിഞ്ഞ. ഹലോ സമയം നോക്കാൻ പോയതാണ്. എടാ ഓക്കെ. ഓക്കെ അല്ലേ? വേണ്ടേ? ഇത് മുടിയാണല്ലോ. അപ്പൊ കഴിഞ്ഞാ എന്നാ ഞാൻ പ്രേക്ഷകർക്ക് നമ്മളെ കഴിവൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. അതിനൊന്നും കിട്ടത്തില്ലേ? ഗിഫ്റ്റ് കിട്ടിയില്ല. ഇല്ലേ പൊട്ട ഇട്ടെന്നത്. അപ്പൊ ഞാൻ കാണിച്ചുതരാം. എന്നെ കാണിച്ചുതരാം. വാവ്, എന്താ ബ്ലഷ് ഒക്കെ തിളങ്ങണല്ലേ. അമ്മേ, ജോക്കറിന്റെ പോലെ ഇങ്ങനത്തെ ഒരു മൂക്കുണ്ടാവില്ല. അപ്പൊ ഐലൈനർ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്.
തലയുടെ താജ്മഹലൊക്കെ ഇതിങ്ങനെ സ്ഥിരാക്കിയാലോ മുനു? നല്ല രസല്ലേ? ഓ ഡ്യൂട്ടിക്ക് പോകുമ്പോ ഇങ്ങനെ വെച്ചിട്ട് ഇനിമ്മ ഒരു ബട്ടർഫ്ലൈനും കൂടി ഇങ്ങനെ വെച്ചിട്ട് മതി, നല്ല രസമുണ്ടാവും. ഒരു ചെമ്പത്തിയും കൂടെ ആയാലും ചെമ്മീ ഇവിടെ തിളങ്ങണ തിളക്കം കണ്ടിട്ടാണ്. അതേപോലെ പെരുന്നാൾ നിങ്ങൾ ഇന്ന് മതി എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടോ. ഫസ്റ്റ് പ്രോഗ്രാം നമ്മൾ ഫിക്സ് ചെയ്ത് ജസ്റ്റ് ഒരു ട്രയൽ ആയിരുന്നു. അപ്പൊ നമ്മള് ഫസ്റ്റ് പ്രോഗ്രാം ഇതാ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പെരുന്നാളിന് ഇവർ തന്നെ ആയിരിക്കും എനിക്ക് മേക്കപ്പ് ഇടുന്നത്. അങ്ങനെ ഞാൻ വെറുതെ പറയാണ്, ഇനി അകലത്ത് ഞാൻ കണ്ടുപോകരുത് കേട്ടല്ലോ. ആർട്ടിസ്റ്റും ആശാനും ഇവിടുന്ന് അസിസ്റ്റന്റും ആശാനും ഇവിടുന്ന് സ്ഥലം വിട്ടോളൂ. എനിവേ സമയം ഒരുപാടായത് ഞങ്ങൾ ജസ്റ്റ് ഫണ്ടിന് വേണ്ടി ചെയ്തതാണ് അല്ലേ? ഫണ്ടിന് വേണ്ടി ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ എടുത്തേക്ക് വാ, നമ്മളിനി പോയി ഉറങ്ങട്ടെ അല്ലേ? ഓക്കെ, ഇതുവരെ കണ്ടു നിന്നതിന് ഒരുപാട് താങ്ക്സ്. ഞങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പുതിയ പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അതിനൊക്കെ സന്തോഷമുണ്ട്. ഇതുവരെ തന്ന സപ്പോർട്ട് പോലെ ഇനി അങ്ങോട്ടും തരിക അല്ലേ? അവിടെ മാത്രമേ വരുള്ളൂ. ഞങ്ങൾ മൂന്നാളും ഉറക്കിന്റെ വക്കിലേക്ക് ഇങ്ങനെ നിക്കാണ് അല്ലേ? ഉറങ്ങണം. മൂന്നാൾക്ക് സമയം എത്രയായില്ലേ? അപ്പൊ ഇനി കൂടുതൽ വർത്താനില്ല. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ, സീ യു.